അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗം ഇൻ്റഗ്രൽ ഇക്വേഷൻ, അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അത് 2 ടൈപ്പ് ഉണ്ട്, പിന്നെ അതിൻ്റെ 3 കൈൻഡ് അല്ലേ, അതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ട് പറഞ്ഞത് ഒരു ലെബനിസ് ഫോർമുലയും പിന്നെ ഒരു റീപ്ലേസ്മെൻറ്റ് ഫോർമുലയും. പിന്നെ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഇൻ്റഗ്രൽ ഇക്വേഷനെ ഡിഫറൻഷ്യൽ ഇക്വേഷനാക്കി മാറ്റുന്നതും ഡിഫറൻഷ്യൽ ഇക്വേഷനെ തിരിച്ച് ഇൻ്റഗ്രൽ ഇക്വേഷനാക്കി മാറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ഇനി പറയാൻ പോകുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഫംഗ്ഷനാണ്. ഒരു ഗ്രീൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു ഫംഗ്ഷനാണ്. ഒരു പിന്നെ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫോർമാറ്റുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. Ly + φ = 0 എന്ന രൂപത്തിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതിനാണ് ഗ്രീൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ ഗ്രീൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ ഇൻ്റഗ്രൽ ഇക്വേഷനാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ അങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ്റഗ്രൽ ഇക്വേഷനാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ അതിന് കുറേ സ്റ്റെപ്പ് വേണ്ടി വന്നു. പക്ഷേ ഇത് ചിലപ്പോൾ ഈ തരത്തിലുള്ളൊരു മാത്രമാണ്, ഇങ്ങനെയുള്ള ഇക്വേഷൻ മാത്രം. കുറച്ചുകൂടി സ്റ്റെപ്സ് കുറവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റഗ്രൽ ഇക്വേഷനാക്കി മാറ്റാൻ പറ്റുന്ന രീതിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രീൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ കൺവേർഷൻ മാത്രമല്ല, ചിലപ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടിയും ഉപയോഗിക്കാം. അത് ഇൻ്റഗ്രൽ ഇക്വേഷനിലേക്ക് മാറ്റല്ല, ചിലപ്പോൾ അത് സോൾവ് എന്ന് പറഞ്ഞിട്ട് പറയും. ഒരു പിന്നെ ഇക്വേഷൻ തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി പറയും. 2 തരത്തിൽ ക്വസ്റ്റ്യൻ വരാം. പക്ഷേ ആ 2 തരത്തിലായാലും നമ്മൾ ഗ്രീൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, എന്നാലേ അത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഗ്രീൻ ഫംഗ്ഷൻ എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്പറേറ്റർ ഉണ്ട്, എൽ. ഈ എൽ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററാണ്. അത് ചുരുക്കി ഇങ്ങനെ എഴുതും, d/dx ഓഫ് p d/dx + q എന്നാണ്. ഇവിടെ p യും q കോൺസ്റ്റൻസ് ഒന്നുമല്ല, ഫംഗ്ഷൻ ഓഫ് x ആണ്. p ഓഫ് x q ഓഫ് x ആണ്. അപ്പോൾ അവിടെ ചുരുക്കി p എന്ന് മാത്രം എഴുതുന്നു മാത്രം. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം അവിടെ. ഇത് p ഫംഗ്ഷൻ ഓഫ് x ആണ്, d/dx ഫംഗ്ഷൻ ഓഫ് x ആണ്, ഒരു ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും, + q വേറെ തന്നെ, q ഓഫ് x വേറെ എഴുതും. ഇതാണ് എൽ എന്ന് പറഞ്ഞത്. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ p ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ആണ് d/dx ഓഫ് dy, അത് d²/dx² പ്ലസ് ആദ്യത്തിന് ഡെറിവേറ്റീവ് dp/dx ഇൻറ്റു സെക്കൻഡ്, അതാണിത്. ഇത്രയും ഫസ്റ്റ് ഇതിൻ്റെ പ്രോഡക്റ്റ് റൂളാണ്, + q. ഇതാണ് ശരിക്കും ഓപ്പറേറ്റർ. എൽ എന്ന് പറഞ്ഞ ഓപ്പറേറ്ററാണ്. ഇത് ഓപ്പറേറ്ററാണ്. ഇതിൻ്റെ y ഇതിൻ്റെ കൂടെ എഴുതുമ്പോൾ Ly എഴുതുമ്പോൾ ഒക്കെ y വരും. അപ്പോൾ p d²/dx² dp/dx dy/dx + qy എന്ന് വരും y ഇവിടെ എഴുതുമ്പോൾ. അപ്പോൾ Ly എന്ന് പറഞ്ഞാൽ അതാണ്, കണ്ടോ, y അതിൻ്റെ കൂടെ വരും. അപ്പോഴാണത് അതിന് മീനിങ് ആവുന്നത്. മറ്റേ ആദ്യം ഒരു ഓപ്പറേറ്റർ മാത്രമാണ്, ദാറ്റ് സപ്ലൈസ് ഓൺ അൺനോൺ ഫംഗ്ഷൻ y, കണ്ടോ. അപ്പോൾ സാധാരണ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ രൂപത്തിൽ വരാം. അത് മാത്രമല്ല, അതിനോടൊരു പ്ലസ് ഒരു φ കൂടെ വരുമ്പോൾ അതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ. Ly + φ = ഇതിനോട് കൂടി ഒരു φ ഓഫ് x കൂടി വരും, അല്ലേ. ദാറ്റ് ഈസ് = 0 പ്ലസ് φ ഓഫ് x = 0. അവിടെ ഞാൻ വിട്ടുപോയിട്ടുണ്ട് φ ഓഫ് x എഴുതാൻ. ഓക്കെ, പ്ലസ് φ ഓഫ് x ഇവിടെ ഉണ്ട്. ദാറ്റ് ഈസ് പറഞ്ഞ എഴുതിയല്ലേ, Ly ഇതാണ്, പ്ലസ് φ = 0 ടുഗദർ വിത്ത്. മാത്രമല്ല ഇതിന് കൂടെ ഒരു പിന്നെ ബൗണ്ടറി കണ്ടീഷൻ ഉണ്ടാവും. ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ φ വിട്ടുപോയിട്ടുണ്ട്. അത് ഇവിടെ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരാം. പ്ലസ് φ ഇവിടെ എഴുതാറുണ്ട്. ഓക്കെ, ടുഗദർ വിത്ത് ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻസ്. ഹോമോജീനിയസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ = 0 ആയിരിക്കും, രണ്ടും =0. അതാണ് ഹോമോജീനിയസ് പറഞ്ഞത്. ബൗണ്ടറി കണ്ടീഷൻ ഇതാണ്. ഈ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ നേരത്തെ കണ്ടു, y ഓഫ് 0 = 0 എന്നൊക്കെ വരാം. അത് α1 ആണ്, β0 ആണ്. അപ്പോൾ അല്ലേ, y ഓഫ് 0 = 0 എന്ന് വരണമെങ്കിൽ α1 ആണ്, β0 ആണ്. അപ്പോൾ രണ്ടും 0 ആവാൻ പാടില്ല. α0 = 0 അല്ലെങ്കിൽ β0 = അതാണ് α0 = 0 ഓർ β0 = അതാണ് പറയാം. ഏതെങ്കിലും ഒന്ന് 0 ആവാൻ പാടില്ല. ചിലപ്പോൾ രണ്ടും 0 അല്ലാണ്ട് വരാം. പക്ഷേ മിക്ക കേസിലും ഒന്നേ വരും. അല്ലെങ്കിൽ β0 ആയിരിക്കും, അല്ലെങ്കിൽ α0 ആയിരിക്കും. ചിലതിൽ y' 0 = 0 എന്ന് വരും, അല്ലേ, കണ്ടീഷൻ. അതുപോലെ വേറെ കണ്ടീഷൻ വരും, ബൗണ്ടറി കണ്ടീഷൻ. മറ്റേ പോയിന്റിൽ അങ്ങനെ തന്നെ വരും. ഒരു α' y ഓഫ് p + β' y' p = 0. അപ്പോൾ y' ഓഫ് L 0 എന്ന് പറഞ്ഞില്ലേ നേരത്തെ. അപ്പോൾ അവിടെ β' 1 ആണ്, α' 0 ആണ്. പക്ഷേ രണ്ട് 0 ആവില്ല, ഏതെങ്കിലും ഒന്ന് നോൺ 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷൻ. അതിന് ജനറലായിട്ട് ഈ കണ്ടീഷൻ ഇങ്ങനെ പറയുന്നു മാത്രം. ഇവിടെ ശ്രദ്ധിക്കണം, + φ കൂടി ഉണ്ട് എന്നുള്ളത്. ഓക്കെ,
അപ്പോൾ ഇവിടെ ഫൈ എന്ന് പറഞ്ഞ ഗിവൺ ഫംഗ്ഷനാണ്. ആ ഫൈ ഓഫ് എക്സിന് പ്രത്യേകത ഉണ്ട്. ഫൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, ഡയറക്റ്റ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും ചിലപ്പോൾ. ഫൈ ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ എന്നോ, അല്ലെ ഫൈ ഓഫ് എക്സ് ഈക്വൽ എക്സ് എന്നോ, അല്ലെ ഫൈ ഓഫ് എക്സ് 2x എന്നൊക്കെ വന്നാൽ ഡയറക്റ്റ് ഫംഗ്ഷൻ ഓഫ് എക്സ്. അല്ലെങ്കിൽ ഫൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ഓഫ് എക്സ് വരും. അപ്പോൾ ഫൈ ഓഫ് എക്സ് ഈക്വൽ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സും വൈയും വന്നില്ല അതിൽ. പക്ഷേ വൈ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് സൊല്യൂഷൻ അല്ലേ. ഫൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, വൈ ഓഫ് എക്സ് അല്ലേ. അപ്പോൾ മൊത്തത്തിലൊക്കെ ഫൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയും. പക്ഷേ അത് എക്സ് മാത്രമായിരിക്കും വൈ ഓഫ് എക്സ് ഉണ്ടാവും. അങ്ങനെ രണ്ട് തരത്തിൽ ഫൈ വരാം എന്നാണ് പറയുന്നത്. ഈ ഫൈ രണ്ട് തരത്തിൽ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആവാം. ഞാൻ പറഞ്ഞു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വരാം, അല്ലെങ്കിൽ കൺവേർട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ ഇക്വേഷൻ വരാം. അപ്പോൾ ആ കേസിൽ ടു സോൾവ് വൺ ഓർ കൺവേർട്ട് വൺ ഇൻറ്റു ഇൻ്റഗ്രൽ ഇക്വേഷൻ ഇതിനെ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാനോ, ശരി, കൺവേർട്ട് ചെയ്യാനോ ഉള്ള ക്വസ്റ്റ്യൻ വന്നേക്കാം. അങ്ങനെ വരുമ്പം നമുക്ക് എന്തായാലും ജി എന്ന് പറഞ്ഞൊരു ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ജി എന്ന് പറഞ്ഞ ഗ്രീൻ ഫംഗ്ഷൻ. ഇനി ചിലപ്പോൾ നിങ്ങളോട് ഈ പ്രൊസീജിയർ മൊത്തം ചോദിക്കും. ഡിസ്ക്രൈബ് ദ പ്രൊസീജിയർ ടു ഫൈൻഡ് ഗ്രീൻ ഫംഗ്ഷൻ ചോദിച്ചാൽ ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻഡ്, ബിഗിനിങ് തൊട്ട് എൻഡ് വരെ ഈ പറഞ്ഞ ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന ആ പ്രൊസീജിയർ മൊത്തം എഴുതണം. ഇനി അതല്ല, ചിലപ്പോൾ നമ്മളോട് ഗ്രീൻസ് ഫംഗ്ഷനെ ഡെഫിനിഷനായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ 4 പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രീൻ ഫംഗ്ഷൻ ചോദിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ ഈ ബോക്സിൽ എഴുതിയാൽ മാത്രം എഴുതിയാൽ മതി. അതിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ്, ഗ്രീൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ്. ഗ്രീൻ ഫംഗ്ഷൻ ജി എന്ന് പറഞ്ഞ് ഫോർ എ ഫിക്സഡ് സൈ ബിലോങ്സ് ടു എ ബി. അവിടെ കണ്ടീഷൻ ഉണ്ടല്ലോ, എയും ബിയിലും കണ്ടീഷൻ ഉണ്ട്, അതാണ് ബൗണ്ടറി കണ്ടീഷൻ. എ മുതൽ ബി വരെ ഇടയ്ക്ക് ഒരു ഫിക്സഡ് സൈ എടുത്താൽ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. 2 ഭാഗമായിട്ടാണ്. ആ സൈയിൽ കുറഞ്ഞ എക്സിന് ഒരു G1 എന്ന് പറഞ്ഞ എക്സ് ഫംഗ്ഷനായിട്ടും സൈയിൽ കൂടിയ എക്സിനൊക്കെ ഒരു വേറൊരു ഫംഗ്ഷനായിട്ട്, ഇങ്ങനെ അതിനെ ഒരു രീതിയിലാണ് ജി ഡിഫൈൻ ചെയ്യുന്നത്. ഡിഫൈൻഡ് ബൈ എക്സ് ലെസ് ദാൻ സൈ ആണെങ്കിൽ G1 ഓഫ് എക്സും ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇനി അതല്ല, ഇതിനിടയിലാണ് സൈ ഉണ്ടാവുക. അപ്പോൾ സൈ 2 ഭാഗമാക്കും ഈ ഇൻ്റർവെല്ലിനെ. സൈയിൽ കുറഞ്ഞ എക്സ് ഉണ്ട്, സൈയിൽ കൂടിയ എക്സ് ഉണ്ട്. അപ്പോൾ എക്സ് ലെസ് ദാൻ സൈ ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ കിട്ടും, എക്സ് ഗ്രേറ്റർ ദാൻ സൈ ആണ് വേറൊരു ഫംഗ്ഷൻ. ഇങ്ങനെ 2 ഫംഗ്ഷനായിട്ടാണ് സാധാരണ ജി വരുന്നത്. പക്ഷേ ഈ ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ അത് കുറേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അത് കണ്ടുപിടിക്കുക. അതിന് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് Ly=0 എന്ന് പറഞ്ഞ ഇക്വേഷനാണ് ജി സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. Ly ഫൈയില്ല, Ly പ്ലസ് ഫൈ ആണ് തന്നിട്ടുള്ളത്. അതിൽ Ly മാത്രം =0 ആണ് ഈ ജി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. പക്ഷേ ആ ജി സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞാൽ G1 G2 അല്ലേ ജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് Lg1=0 ആയിരിക്കണം എവിടെ, ഈ ഭാഗമാണെങ്കിൽ. അപ്പോൾ Lg എന്ന് പറഞ്ഞാൽ ഇതല്ലേ, G1 അല്ലേ. അപ്പോൾ Lg1=0 ബെൻ എക്സിൽ. മറ്റേ ഭാഗമാണെങ്കിൽ Lg2=0 ബെൻ എക്സ്. അങ്ങനെ Ly എന്നുള്ള ഇക്വേഷൻ വൈക്ക് വരെ ജി കൊടുത്ത് സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞാൽ, പക്ഷേ ജി 2 തരത്തിലാണ്, G1 G2. അപ്പോൾ നമ്മൾ Lg1=0 ബെൻ എക്സ് ലെസ് ദാൻ സൈ ആൻഡ് Lg2=0 ബെൻ എക്സ് ഗ്രേറ്റർ ദാൻ സൈ, അങ്ങനെ രീതിയിൽ പറയണം. അതായത് ജി സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ Ly=0 എന്ന് പറഞ്ഞതാണിത്. ജി എന്ന് പറഞ്ഞ ഗ്രീൻ ഫംഗ്ഷൻ എന്തായിരിക്കണം, ഈ പറഞ്ഞ Ly=0 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ ആയിരിക്കണം. Ly=0 എന്ന് പറഞ്ഞാൽ വൈസിൻ്റെ സ്ഥാനത്ത് ജി കൊടുത്താൽ ശരിയാവണം. Lg=0, പക്ഷേ Lg=0 ഡയറക്റ്റ് പറയാൻ പറ്റില്ല, ജിക്ക് 2 ഭാഗമുണ്ട്. അപ്പോൾ Lg1=0 ആവണം എങ്ങനെ, ഈ സമയത്ത്. അതുപോലെ Lg2=0 ആണ് ഈ സമയത്ത്. ഓക്കെ, അങ്ങനെ പറയാം. അതൊരു കണ്ടീഷനാണ് ഇതിൻ്റെ. ജി കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ഇതാണ്. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഈ ജി കണ്ടുപിടിക്കുക. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ജി സാറ്റിസ്ഫൈസ് ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻസ് അറ്റ് എ ആൻഡ് ബി. ഈ കണ്ടീഷനിലെ തന്നുള്ള കണ്ടീഷൻ, ഇക്വേഷനിൽ തന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, ജിക്ക് 2 കണ്ടീഷൻ ഒരുമിച്ച് അങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്യില്ല. G1 തുടക്കത്തില്ല, G2 എൻഡിലില്ല. അപ്പോൾ ഈ G1 ആണ് ആദ്യത്തെ കണ്ടീഷൻ, എയിലുള്ള കണ്ടീഷൻ G1 സാറ്റിസ്ഫൈ, ബി ഉള്ള കണ്ടീഷൻ G2 സാറ്റിസ്ഫൈ. അതാണ് ഇങ്ങനെ പറയാൻ കാരണം. മൂന്നാമതായിട്ടുള്ള കാര്യം, ജി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. ജി കണ്ടിന്യൂസ് സെറ്റ് സൈ ആവണം. ഈ സൈൻ്റെ ഇടയ്ക്കല്ലേ ബ്രേക്ക് ഉള്ളത്. സൈ വരെ ഒരു ഫംഗ്ഷൻ, സൈ നിന്ന് അങ്ങോട്ട് വേറെ ഫംഗ്ഷൻ. അപ്പോൾ സൈൻ്റെ സ്ഥാനത്ത് കണ്ടിന്യൂറ്റി വരണമെങ്കിൽ 2 സ്ഥലത്ത് ഒരേ വാല്യൂ ആയിരിക്കണം. അപ്പോൾ G1 ഓഫ് സൈയും G2 ഓഫ് സൈയും ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. G1 ഓഫ് സൈ ഈക്വൽ G2. അല്ലാത്ത സ്ഥലത്തൊക്കെ കണ്ടിന്യൂസ് ആയിരിക്കും. ഈ സൈയിൽ മാത്രമേ ഇവിടെ കൺഫ്യൂഷൻ ഉള്ളൂ. കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ കാരണം അത് സാറ്റിസ്ഫൈസ് ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ജി. അപ്പോൾ എന്തായാലും ഡെറിവേറ്റീവ് ഡിഫറൻഷ്യബിളൊക്കെയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിരിക്കും. ബാക്കിയുള്ള സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിരിക്കും. ഇവിടെ സൈയിൽ മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. അതിനാണ് ഈ പറയുന്നത് കണ്ടീഷൻ. G1 ഓഫ് സൈയും G2 സൈ ഈക്വൽ ആയിരിക്കണം.
നാലാമത്തെ കണ്ടീഷൻ, ഈ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ജീൻ്റെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സൈ എന്നാണ്. സോറി, ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആണ് വേണ്ടത് കേട്ടോ, അതുകൂടി ഒന്ന് നോട്ട് ചെയ്യണം. ഈ പേജ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പിലിടാം. എന്തായാലും ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആണ്. ജി ഡാഷ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സൈ. കാരണം അവിടെ ഈക്വൽ അല്ല വില. ജി ഡാഷിൻ്റെ വില അല്ലെ സൈയിൽ ജി വൺ ഡാഷും ജി ടു ഡാഷും ഈക്വൽ കണ്ടിന്യൂസ് ആണ്, ഈക്വൽ ആകുന്നില്ല. ഡിഫറൻസ് സീറോ അല്ല ഈക്വൽ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈക്വൽ ആവില്ല എന്ന്. ഡിഫറൻസ് സീറോ അല്ല. ജി ടു ഡാഷ് ഓഫ് സൈ മൈനസ് ജി വൺ ഡാഷ് ഓഫ് സൈ മൈനസ് 1 പി ഓഫ് സൈ. പി എന്ന് പറഞ്ഞാൽ തന്നുള്ള ഇക്വേഷനിലെ ആണ് പി ഓഫ് സൈ ആണ്. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും കറക്റ്റ് ചെയ്തിട്ട് ഈ പേജ് കറക്റ്റ് ചെയ്തിട്ട് ഞാനിടാം, ഗ്രൂപ്പിലിടാം. അപ്പോൾ ഇങ്ങനെ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പിന്നെ എന്ത് കണ്ടുപിടിക്കേണ്ടത്, ജി കണ്ടുപിടിക്കേണ്ടത്. അത് ഗ്രീൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ജി ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. കണ്ടുപിടിച്ചാൽ അപ്പോൾ നമ്മൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ Ly + 5 = 0 എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷനില്ലേ, ബൗണ്ടറി കണ്ടീഷൻ, ഹോമോജിനിയസ് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ. അതിൻ്റെ സൊല്യൂഷൻ y ഓഫ് എക്സ് ഇങ്ങനെയായിരിക്കും. ഇൻ്റഗ്രേറ്റ് ബി ജി ഓഫ് എക്സ് ഐ ഫൈ ഓഫ് സൈ ഡി സൈ. ഓക്കെ, അപ്പോൾ ഇതാണ് സൊല്യൂഷൻ. അപ്പോൾ ജി കണ്ടുപിടിക്കണം. പക്ഷേ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ കണ്ടുപിടിക്കണമെങ്കിൽ 4 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് കണ്ടുപിടിക്കുക. അപ്പോൾ 4 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ Ly = 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. തന്നുള്ള ഇക്വേഷൻ അല്ല, തന്നുള്ള ഇക്വേഷൻ Ly + 5 ഉണ്ട്. ആ 5 നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും എന്താണെന്ന്. 5 2 തരത്തിലുണ്ട്. 5 നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് സൗകര്യം എടുക്കാം. 5 നമുക്ക് ഫംഗ്ഷൻ ഓഫ് എക്സ് മാത്രമാക്കി എടുക്കാം, ചോദ്യം എങ്ങനെയാണെങ്കിൽ സോൾവ് ചെയ്യാനാണെങ്കിൽ. അല്ല, ചോദ്യം എന്തെങ്കിലും ഇക്വേഷൻ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ 5 എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് എക്സ് മാത്രമാവരുത്, അതിൽ y ഉൾപ്പെടുന്ന രീതിയിൽ 5 നമ്മൾ സെലക്ട് ചെയ്യണം ക്വസ്റ്റ്യനിൽ. അപ്പോൾ 5 എടുത്ത് മാറ്റിയ ബാക്കിയുള്ള ഭാഗം Ly ആണ്. കാരണം Ly + 5 = 0 എന്നാണ് ഇക്വേഷൻ. അപ്പോൾ 5 നമ്മൾ ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗമാണ് Ly. ആ Ly = 0 എന്ന് അസ്യൂം ചെയ്തിട്ട് ഒരു പുതിയ ഇക്വേഷൻ ഉണ്ടാക്കുക. അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ആ സൊല്യൂഷൻ u ഓഫ് എക്സ് ആണ്. പക്ഷേ എങ്ങനെയുള്ള സൊല്യൂഷൻ? ആദ്യത്തെ തുടക്കത്തിൽ എയിലുള്ള ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ u എക്സ് ആണ്. അതേ ഇക്വേഷനെ എൻഡിലുള്ള ബൗണ്ടറി കണ്ടീഷൻ, ബിയിലുള്ള ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ സൊല്യൂഷൻ v ഓഫ് എക്സ് എന്ന് എടുക്കുക. അവ രണ്ടും കണ്ടുപിടിക്കുന്ന പ്രോബ്ലത്തിൽ കാണാം. ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ, ഇതല്ല ജി ഓഫ് എക്സ്, ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജി ഓഫ് എക്സിലേക്ക് എത്താം. അതിന് പക്ഷേ ഇതിപ്പോൾ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ. ഇപ്പോൾ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇതും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജി ആദ്യം പറയുന്ന 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ G1 എന്നുള്ളത് C1 ഓഫ് യു എക്സ് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ യു എക്സും G2 എന്നുള്ളത് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ യു ഓഫ് എക്സും എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ജി ഇങ്ങനെ ജി എടുത്താൽ G1 G2 എടുത്താലേ ജി ദാറ്റ് ഈസ് G1 and G2 സാറ്റിസ്ഫൈസ് പ്രോപ്പർട്ടി 1 and 2. പ്രോപ്പർട്ടി 1 and 2 അപ്പോൾ സാറ്റിസ്ഫൈ പറഞ്ഞ് യു സാറ്റിസ്ഫൈസ് Ly ആണെങ്കിൽ C1 × U സാറ്റിസ്ഫൈ Ly = 0. മനസ്സിലായി? C1 അപ്പോൾ LU = 0 എന്നർത്ഥം. യു സാറ്റിസ്ഫൈസ് Ly = 0 ആണ്. LU = 0. അപ്പോൾ C1 × U സാറ്റിസ്ഫൈ, കാരണം L ഓഫ് C1 U എന്ന് പറഞ്ഞാൽ C1 × L ഓഫ് U ആണ്. അല്ല, L ഓഫ് 0 അല്ലേ. അപ്പോൾ C1 × 0 0 ഉണ്ട്. അപ്പോൾ C1 U സാറ്റിസ്ഫൈ, അതുപോലെ C2 V യും സാറ്റിസ്ഫൈ. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യും? ആ Ly = 0 സാറ്റിസ്ഫൈ. അതായത് ഫസ്റ്റ് കണ്ടീഷൻ, അതാണ് നമ്മുടെ പ്രോപ്പർട്ടി, ഫസ്റ്റ് പ്രോപ്പർട്ടി അല്ലേ. അപ്പോൾ അത് ശരിയാവും. G1 = എന്ത്? കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ യു എക്സിൻ്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ G2 വി എക്സിൻ്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ എടുത്താൽ മതി. രണ്ടാമത്തെ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കായിട്ട് ആ രീതിയിൽ അങ്ങനെയാണല്ലോ നമ്മൾ എടുക്കുന്നത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി ആ രീതിയിലാണല്ലോ യു എക്സ് എടുക്കുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈയിലാണ് യു എടുക്കുന്നത്, സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈയിലാണ് വി എടുക്കുന്നത്, രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ. ഇനി നമുക്ക് മൂന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഇത് രണ്ടും ഈക്വൽ ആവണം. G1 ഓഫ് സൈയും G2 ഓഫ് സൈ ഈക്വൽ ആവണം. എന്ന് പറഞ്ഞാൽ G2 ഓഫ് സൈ മൈനസ് G1 സൈ 0 ആവണം. അതായത് C2 V ഓഫ് സെറ്റ് മൈനസ് C1 U ഓഫ് സെറ്റ് 0 ആവണം. മനസ്സിലായി? അവിടെ നിൽക്കട്ടെ. ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. മൂന്നാമത്തെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം, ഇത് വരണം. നാലാമത്തെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ G2 ഡാഷ് ഓഫ് സെറ്റ് മൈനസ് G2 ഡാഷ് ഓഫ് സൈ മൈനസ് G1 ഡാഷ് ഓഫ് സൈ മൈനസ് 1 P ഓഫ് സി ആണ്. ഇവിടെ G1 ഡാഷ് വിട്ടുപോയി. ഓക്കെ, എന്തായാലും ഇത് കറക്റ്റ് ചെയ്യണം. ഈ പേജും കറക്റ്റ് ചെയ്യണം. 114. ഓക്കെ, ഇത് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. G2 ഡാഷ് ഓഫ് സൈ
ടു സാറ്റിസ്ഫൈ പ്രോപ്പർട്ടി ഫോർ G2 dash psi മൈനസ് G1 dash psi ഈക്വൽ ടു -1/P(psi). അതിവിടെ എഴുതുന്നുണ്ട്. G2 dash നമുക്കറിയാലോ. G2 dash ആണ് ഇതിൻ്റെ ഡെറിവേറ്റീവ്. C2 into V dash of x psi മൈനസ് C1 into U dash of psi, അത് -1/P(psi) ആവണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ, ഇതും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ടു ഒബ്റ്റെയിൻ G, അതായത് G1 ഈക്വൽ ടു C1U, G2 ഈക്വൽ ടു C2, ഇത് രണ്ടും കൂടി കുടിച്ചാണല്ലോ G. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് രണ്ടും 3ഉം 4ഉം സാറ്റിസ്ഫൈ ചെയ്യണ്ട, ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ C1 C2 കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് C1 and C2 ദാറ്റ് സാറ്റിസ്ഫൈ ദിസ് ടു. പക്ഷേ ഇതിനെ നമുക്കൊരു എന്താക്കി എഴുതാൻ പറ്റുമോ, ഒരു മെട്രിക്സ് ഫോമിൽ എഴുതാൻ പറ്റും. ഇങ്ങനെ മെട്രിക്സ് ഫോമിൽ എഴുതാം. ഇക്വേഷൻ 4. ഓക്കെ, മെട്രിക്സ് ഫോമിൽ എഴുതാം. അപ്പോൾ നമുക്കറിയാം ആ ഇക്വേഷൻ മെട്രിക്സ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ സാധാരണ AX ഈക്വൽ ടു പിന്നെ B, AX ഈക്വൽ ടു B, ക്യാപിറ്റൽ A ഇൻറ്റു ക്യാപിറ്റൽ X ഈക്വൽ ടു B എന്ന രൂപത്തിൽ എഴുതുമ്പോൾ, അങ്ങനെയുള്ളൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ ഇപ്പുറത്ത് ഈക്വൽ ടു B ആണ്, അത് സീറോ മെട്രിക്സ് അല്ല. ഈക്വൽ ടു B എന്നുള്ള ഇപ്പുറത്തെ റൈറ്റ് സൈഡ് എന്താ ഉള്ളത് ഇക്വേഷൻ 4ൽ? 0 -1/P(psi) ആണ്. അത് സീറോ മെട്രിക്സ് അല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് സീറോ മെട്രിക്സ് അല്ല. അതുകൊണ്ട് നമുക്ക് അതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ, എക്സ് എന്ന് പറഞ്ഞാൽ C2 C1 കണ്ടുപിടിക്കുക അല്ലേ? അതാണ് നമ്മുടെ ആവശ്യം, സൊല്യൂഷൻ. അത് പിന്നെ യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ അപ്പുറത്തെ കോഫിഷ്യന്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇൻവേർട്ടിബിൾ ആയി, ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതുകൊണ്ട് തിരിച്ച് ഇപ്പുറത്തേക്ക് എടുത്താൽ C2 C1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻവേഴ്സ് ഇൻറ്റു മറ്റേ മെട്രിക്സ് എന്ന രൂപത്തിലൊക്കെ എല്ലാം നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് നോൺ 0 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഡെറിവേറ്റീവ് കാണാൻ അറിയാലോ. അങ്ങനെ ഡെറിവേറ്റീവ് ഡിറ്റർമിനൻറ്റ് കാണാൻ നമുക്ക് അറിയാം. അപ്പോൾ ഇതായിരിക്കും ഡിറ്റർമിനൻറ്റ്. മൈനസ് U of psi ഇൻറ്റു V dash അല്ല U of psi, ഇവിടെ U dash psi അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് U dash psi ഇൻറ്റു V of psi എന്നാണ്. മൈനസ് ഓഫ് പിന്നെ മൈനസ് പ്ലസ് ആവും. അപ്പോൾ U of psi ഇൻറ്റു V dash psi, അതാ. അപ്പോൾ ആദ്യം പ്ലസ് ആദ്യം U of psi ഇൻറ്റു V dash psi മൈനസ് U dash psi ഇൻറ്റു V of psi. ഓർഡർ മാറുന്നത് U V dash V കണ്ടോ? ഓർഡർ U V, അങ്ങനെ U കഴിഞ്ഞിട്ട് V തന്നെ വരണം. ഒന്നിൽ U പിന്നെ മറ്റേ ഡെറിവേറ്റീവ്, അടുത്തതിൽ യുവിൻ്റെ ഡെറിവേറ്റീവ്, പിന്നെ മറ്റേ ഡെറിവേറ്റീവ് ഇല്ലാതെ, അങ്ങനെ പഠിച്ചാൽ മതി. അപ്പോൾ U V dash മൈനസ് U dash V, അതാണ് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0. പക്ഷേ ഇതെന്താണ്, ഇതെപ്പോഴും യുവിൻ്റെ ബിൻ്റെ റോൺസ്കിനാണ്. രണ്ട് സൊല്യൂഷൻ യുവും വി എടുത്താൽ റോൺസ്കിൻ എങ്ങനെ കാണാം? ഫസ്റ്റ് റോയിൽ അത് എഴുതാം, അതിൻ്റെ അടുത്ത റോയിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ചെയ്താൽ അപ്പോൾ U V dash മൈനസ് U dash V, ഇത് റോൺസ്കിനാണ്. അപ്പോൾ റോൺസ്കിനാണ് നോട്ട് ഈക്വൽ ടു 0 ആവുക. അങ്ങനെ റോൺസ്കിൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ സൊല്യൂഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും നമുക്കറിയാം. എനിവേ, നമുക്ക് ഈ റോൺസ്കിൻ്റെ വാല്യൂ, അപ്പം റോൺസ്കിൻ്റെ വാല്യൂ ഇല്ലേ, നമ്മുടെ റോൺസ്കിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരിക? ഇത് തന്നെ U of psi ഇതില്ലേ, ഈ വാല്യൂ അത് കണ്ടുപിടിച്ചു. ഈ വാല്യൂ 0 ആവില്ല. അപ്പോൾ ഇതൊരു ഇങ്ങനെ ഈ ഫോമുല വരിക എന്ന് ഏബൽസ് ഫോർമുല പറയുന്നുണ്ട്. ഒരു A/P(psi) ആയിരിക്കും. P എന്നുള്ള ക്വസ്റ്റ്യനിലാണ്. A ഒരു കോൺസ്റ്റൻ്റാണ്. A 0 ആവില്ല, നോൺ 0 കോൺസ്റ്റൻ്റ്. 0 ആയ പിന്നെ ഇത് മൊത്തം 0 ആയിരിക്കും. റോൺസ്കിൻ 0 ആയാൽ ശരിയാവില്ല. റോൺസ്കിൻ നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ഇത് റിലേഷനാണ് W = A/P. അപ്പോൾ നമുക്ക് A കണ്ടുപിടിക്കാം. W P എന്നുള്ള ക്വസ്റ്റ്യനിലുണ്ട്. W കണ്ടുപിടിച്ചാൽ Pയും W നമുക്കറിയാം, A കണ്ടുപിടിക്കും. A = W ഇൻറ്റു P of psi. ഓക്കെ, ഇക്വേഷൻ 5. ഇനി നേരത്തെ ഇക്വേഷൻ 4 ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് C2 C1 കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമ്മൾ അൺനോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കോഫിഷ്യന്റ് മെട്രിക്സിൽ ഫസ്റ്റ് കോളം കോൺസ്റ്റന്റ് മെട്രിക്സോട് റീപ്ലേസ് ചെയ്തിട്ട് ബൈ അതിൻ്റെ ഡിറ്റർമിനൻറ്റ്, അതൊക്കെ അറിയാം, ക്രാമേഴ്സ് റൂൾ. അപ്പോൾ രണ്ടാമത്തെ വാല്യൂ കാണാൻ രണ്ടാമത്തെ കോളം അപ്പുറത്തുള്ള റൈറ്റ് സൈഡുള്ള ഇതുകൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് ബൈ അതിൻ്റെ കോഫിഷ്യന്റ് മെട്രിക്സ് ഡിറ്റർമിനൻറ്റ്. അപ്പോൾ C2 C1 എന്താണെന്ന് കിട്ടി. C2 ഇത് ഡിറ്റർമിനൻറ്റ് കാണാമല്ലോ. അപ്പോൾ C2 എന്തായിരിക്കും? മൈനസ് U of psi ബൈ P of psi, ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ബൈ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് W. അടുത്ത അങ്ങനെ തന്നെ ഇത് മൈനസ് V of psi ബൈ P of psi W. C1 C2 കിട്ടി. C2 ആദ്യം പിന്നെ C1. ഓക്കെ, C2 കിട്ടി, C1 കിട്ടി. ഇനി W പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? A/P of psi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതാണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ P of psiയും P of psiയും ക്യാൻസൽ ചെയ്യും. ആൻസർ C1 എന്ന് പറഞ്ഞാൽ മൈനസ് V of psi ബൈ A, അല്ലെ -1/A ഇൻറ്റു V of psi ആണ് C1. നേരെ തിരിച്ചാണ്. C1 U അല്ല വരുന്നത്, C2 U വരും. -1/A U of psi. ഓക്കെ, അപ്പോൾ G1 കിട്ടിയല്ലേ? G1 എന്ന് പറഞ്ഞാൽ C1 ഇൻറ്റു UX. C1 കിട്ടി ഇൻറ്റു UX.
അപ്പോൾ എഴുതുമ്പോൾ നമ്മൾ യു വി എന്ന ഫോർമാറ്റിൽ എഴുതണം. ആദ്യം യു പിന്നെ ബി എഴുതണം. അപ്പോൾ -1/a യു ഓഫ് എക്സിൻ്റെ വി ഓഫ് സൈ ആയിരിക്കും. രണ്ടാമത് നേരെ തിരിച്ചായിരിക്കും. -1/a ഇത് അങ്ങോട്ട് കൂടെ മാറും. യു ഓഫ് സൈ ഇൻറ്റു ബി ഓഫ് എക്സ് ആയിരിക്കും. അങ്ങനെ പഠിച്ചാൽ മതി. അങ്ങനെയാണ് നമുക്ക് ജി കിട്ടുക. ഓക്കെ. അപ്പോൾ ജി കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ എഴുതാം. സൊല്യൂഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ A to B എന്നാണ് സൊല്യൂഷൻ ഉള്ളത്. 3 ഇക്വേഷൻ 3ൽ A to B ആണ്. അത് രണ്ടായിട്ട് സൊല്യൂട്ട് A to X X to B എന്ന് എഴുതാം. അപ്പോൾ എക്സ് എവിടെയാണ്? എക്സ് എക്കും ബിക്ക് ഇടയിലൊരു എക്സ് എന്ന് ഉദ്ദേശിച്ചാൽ മതി. A to X X to B ചെയ്യുക. പക്ഷേ A to Xൽ ഇത് ഇത്ര സ്വിച്ച് സൈ അല്ലേ? ഇപ്പോൾ സൈ വേരി ചെയ്യുന്ന A to X എന്നല്ലേ അർത്ഥം? അല്ലെ സൈൻ്റെ ലിമിറ്റ് A to X അല്ല, A മുതൽ X വരെയല്ലേ? അപ്പോൾ സൈ ഇതിനിടയിലാണ്. അപ്പോൾ സൈ ഇതിനിടയിലാകുമ്പോൾ എക്സ് നോക്കുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ സൈ ആയിരിക്കും. എക്കും എക്സിനിടയിലാണ് സൈ എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ സൈ ആണ്. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ജി എടുക്കേണ്ടത്. ഇതാണ് രണ്ടാമത്തെ എടുക്കേണ്ടത്. ആദ്യത്തിൻ്റെ രണ്ടാമത്തേൽ സൈ എക്സിനും ബിക്കും ഇടയിൽ വരുമ്പോൾ എക്സ് എന്താ ലെസ് ദാൻ സൈ ആണ്. എക്സ് കഴിഞ്ഞിട്ടില്ലേ സൈ വരിക. അപ്പോൾ എക്സ് ലെസ് ദാൻ. അപ്പോൾ ഇതാണ് എടുക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തിൽ ഇതാണ് എടുക്കേണ്ടത് കേട്ടോ. അതാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സൊല്യൂഷനിലെത്തുന്നത്. ഗ്രീൻസ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്, അല്ലെ ഡിസ്ക്രൈബ് ദ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ഉപയോഗിച്ചുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം നമ്മൾ എഴുതണം. ഇനി അതല്ല വെറുതെ ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനോ അല്ലെങ്കിൽ 4 പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രീൻ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ ആ ബോക്സിലാക്കിയിട്ടുള്ള ഭാഗം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ.